ചൈനയുടെ അതിർത്തിയിൽ പറക്കുന്ന J-20 സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ട് ഭാരതം ഇനി പേടിക്കേണ്ടതില്ല. ചൈനയെ ഞെട്ടിക്കാൻ ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ പോർ വിമാനമാണ് AMCA. നേരത്തെ 120 വിമാനങ്ങൾ മതി എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഇപ്പോഴിതാ അത് 250 വിമാനങ്ങളായി ഇന്ത്യ ഉയർത്തുന്നു. എന്താണ് ഈ അദൃശ്യ ഭീമൻ? ചൈനയുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് ശത്രുക്കളെ എങ്ങനെയാണ് ഇവൻ തകർക്കാൻ പോകുന്നത്? ഇന്ത്യയുടെ ഈ വമ്പൻ പദ്ധതിയുടെ സാമ്പത്തികവും തന്ത്രപരവുമായ വിശകലനങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്തുകൊണ്ട് 250 വിമാനങ്ങൾ? എന്തുകൊണ്ടാണ് പെട്ടെന്ന് 250 വിമാനങ്ങളിലേക്ക് നമ്മൾ മാറിയത്? 2040ഓടെ നമ്മുടെ നട്ടെല്ലായ സുഖോയ് വിമാനങ്ങൾ വിരമിക്കാൻ തുടങ്ങും. ആ വിടവ് നികത്താൻ തേജസ് മാത്രം പോരാ. മറുവശത്ത് ചൈനയാകട്ടെ 300ഓളം J-20 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇതിനകം ആകാശത്തുണ്ട്. ഇവരെ നേരിടാൻ ഇന്ത്യക്ക് സ്വന്തമായി സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വിമാനങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ 250 എണ്ണം നിർമ്മിക്കുക എന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമായ ഒന്നായി മാറിയിരിക്കുകയാണ്. AMCAയുടെ 3 തലങ്ങൾ. ഈ പദ്ധതി 3 പ്രധാന ഘട്ടങ്ങളിലായാണ് വരുന്നത്. AMCA Mark 1 ആദ്യത്തെ 40 വിമാനങ്ങൾ ഇതിൽ നിലവിലുള്ള GE F414 എഞ്ചിനുകൾ ഉപയോഗിക്കും. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ആദ്യമായി പരീക്ഷിക്കാനാണ് ഇത്. AMCA Mark 2 ഇതാണ് നമ്മുടെ യഥാർത്ഥ കരുത്ത്. 100 വിമാനങ്ങളാണ് ഈ ഗണത്തിൽ വരുന്നത്. ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് വികസിപ്പിക്കുന്ന പുതിയ എഞ്ചിൻ ആയിരിക്കും ഇതിൽ. സൂപ്പർ ക്രൂയിസ് എന്ന അത്ഭുതകരമായ ശേഷി ഇതിനുണ്ട്. അതായത് ആഫ്റ്റർ ബർണറുകൾ ഉപയോഗിക്കാതെ തന്നെ ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കാൻ ഇവയ്ക്ക് കഴിയും. AMCA Mark 2+. ബാക്കിയുള്ള 110 വിമാനങ്ങൾ കൂടുതൽ കരുത്തുറ്റ എഞ്ചിനുകളും അത്യാധുനിക സെൻസറുകളും ഇതിലുണ്ടാകും. ഇവയായിരിക്കും ഭാവിയിലെ സുഖോയ്ക്ക് പകരക്കാർ. നിർമ്മാണത്തിലെ വിപ്ലവം. ഇവിടെയാണ് ഏറ്റവും വലിയ ബിസിനസ് മാറ്റം. പണ്ട് HALനെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ വലിയൊരു സ്വകാര്യ ശൃംഖലയെ കൂട്ടുപിടിച്ചിരിക്കുന്നു. ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്, L&T, ഭാരത് ഫോർജ് തുടങ്ങിയ വമ്പന്മാരാണ് വിമാന ഭാഗങ്ങൾ നിർമ്മിക്കുന്നത്. 15,000 കോടി രൂപയുടെ ഡെവലപ്മെന്റ് കരാറിൽ 5 പ്രോട്ടോടൈപ്പുകൾ ഇപ്പോൾ നിർമ്മാണത്തിലാണ്. 2028ഓടെ ആദ്യത്തെ വിമാനം നമുക്ക് കാണാൻ സാധിക്കും. ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയെ ഒരു വൻ ശക്തിയായി മാറ്റാൻ AMCAക്ക് സാധിക്കും. ചൈനയെ പോലുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ വായു അതിർത്തി ഇനി കൂടുതൽ സുരക്ഷിതമായിരിക്കും. ഈ വിപ്ലവകരമായ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ചൈനയെ നേരിടാൻ ഇത് പര്യാപ്തമാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഡിഫൻസ് വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.